വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുര വീഞ്ഞായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുര വീഞ്ഞായി. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയോരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 23-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം 6-ാം വാക്യം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പാപം വേട്ടയാടിക്കൊണ്ടിരുന്ന ദാവീദ്, ശാപം വേട്ടയാടിക്കൊണ്ടിരുന്ന ദാവീദ്, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും യാതനയും വേദനയും കഷ്ടവും നഷ്ടവും പീഡകളും വേട്ടയാടിക്കൊണ്ടിരുന്ന ദാവീദ്, എൻ്റെ ദൈവമേ എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ദാവീദ്, എന്നാൽ ഇവിടെ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവേ, എന്നെ വേട്ടയാടുന്നവരുടെ കയ്യിൽ നീ എന്നെ വിടുവിച്ചല്ലോ. എന്നെ വേട്ടയാടുന്നവരുടെ കയ്യിൽ നീ എന്നെ രക്ഷിച്ചല്ലോ. എൻ്റെ പാപക്കറകൾ നീ കഴുകിക്കളഞ്ഞല്ലോ. എൻ്റെ പാപത്തിന് നീ ഒരു മോചനം തന്നല്ലോ. എൻ്റെ ശാപത്തിൻ്റെ ഭീകരമായ ആക്രമണങ്ങളിൽ നീ എനിക്ക് വിമുക്തി തന്നല്ലോ. എൻ്റെ നാഥ, ഇന്ന് ഞാൻ സമാധാനത്തോടെ നിന്നെ സ്തുതിക്കട്ടെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. കർത്താവേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഇന്ന് പാപം എന്നെ വേട്ടയാടുന്നില്ല. ഇന്ന് ശാപം എന്നെ വേട്ടയാടുന്നില്ല. ഇന്ന് ദുരിതങ്ങളും ദുഃഖങ്ങളും എന്നെ വേട്ടയാടുന്നില്ല. ഇന്ന് കേടുകളും കെടുതികളും എന്നെ വേട്ടയാടുന്നില്ല. ഇന്ന് മരണം എന്നെ വേട്ടയാടുന്നില്ല. ഇന്ന് ഭീകര ശത്രുക്കൾ എന്നെ വേട്ടയാടുന്നില്ല. നാഥ, ഇന്ന് ശാന്തമായി പ്രശാന്ത മോഹനമായി സ്വർഗീയ തിരുനിവാസത്തിൻ്റെ വാസത്തിന് വേണ്ടി ഉടയവനെ നീ എന്നെ ഒരുക്കിയിരിക്കുന്നു. നീ എനിക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സഹോദരങ്ങളെ, ദാവീദ് സമാധാനത്തോടെ പാടുകയാണ്. ദാവീദ് സന്തോഷത്തോടെ പാടുകയാണ്. ഇസ്രായേലിൻ്റെ മധുര ഗായകൻ ആനന്ദത്തിൻ്റെ നിർവൃതി കൊണ്ട് പാടുകയാണ്. ഇസ്രായേലിലെ ദീർഘദർശിയായ ദാവീദ്, യഹോവയുടെ ദീർഘദർശിയായ ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ഇന്ന് സമാധാനത്തോടെ പാടുകയാണ്. ദൈവമേ, നീ എൻ്റെ നല്ല ഇടയനാണ്. എനിക്ക് ഇന്ന് എന്നെ പിന്തുടരാൻ നന്മയും കരുണയും ഉണ്ട്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്നേഹിതരെ, അതല്ലയോ ഭാഗ്യം! നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ കൂടാരത്തിൽ, നിത്യശോഭന തീരത്ത്, നിത്യസ്വർഗീയ ഭവനത്തിൽ, രാജാധിരാജൻ നമുക്ക് വേണ്ടി പണിയുന്ന സ്വർഗീയ ഭവനത്തിൽ യുഗങ്ങൾ പോരാ നിത്യതയുടെ അനന്തതകൾ വാസം ചെയ്യുവാൻ സാധിക്കുക. അതെന്തൊരു പദവിയാണ്, അതെന്തൊരു ഭാഗ്യമാണ്, അതെന്തൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, അത് നാം ഇവിടെ വെച്ച് നേടുക. അതിനാണ് നമ്മുടെ ജീവിതം നാം സമർപ്പിക്കേണ്ടത്. അതിനാണ് യേശുക്രിസ്തുവിന്റെ കുരിശിൻ ചുവട്ടിൽ നമ്മുടെ ജീവിതം നാം അർപ്പണം ചെയ്യേണ്ടത്. അതിന് പ്രിയപ്പെട്ടവരെ, ക്രൂശിൻ ചുവട്ടിൽ ജീവിതം അർപ്പിക്കാൻ സഭ മാറണ്ട, സമുദായം മാറണ്ട, മതം മാറണ്ട, ജാതി മാറണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഇടവകയോ പള്ളിയോ മാറണ്ട, നിങ്ങളുടെ കൂട്ടായ്മ മാറണ്ട. എന്നാൽ നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുത സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ അതിശയകരമായ സന്തോഷത്തിൻ്റെ പുളകം കൊള്ളുന്ന അനുഭൂതിയിലേക്ക് മാറിത്തിരിയും. അങ്ങനെ നിങ്ങൾ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. അപ്പോഴാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ നാം യോഗ്യരായി തീരുന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നന്മ നമ്മെ പിന്തുടരും. പ്രിയപ്പെട്ടവരെ, ഫിലഡൽഫിയയിൽ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. ചെറിയ ഹോട്ടൽ, വലിയ ഹോട്ടൽ എന്ന് പറയാനില്ല. അതിൽ ഏതാനും മുറികൾ മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് രാത്രി തങ്ങി അവിടെ താമസിക്കാൻ സൗകര്യത്തിന് ലോഡ്ജിങ് സൗകര്യമുള്ള ഏതാനും മുറികൾ മാത്രം. ചെറിയൊരു ഭക്ഷണശാലയും. ഒരു ദിവസം രാത്രി നല്ല തോരാ മഴ പെയ്യുകയാണ്. ഭയങ്കരമായ പെയ്ത്താണ്. മഴ ഇങ്ങനെ കോരിച്ചൊരിയുകയാണ്. 2 വൃദ്ധ ദമ്പതികൾ, ഭാര്യയും ഭർത്താവും, വയസ്സായവരാണ്. അവർ ഏതാണ്ട് നനഞ്ഞൊലിച്ച് ഈ ഹോട്ടലിലേക്ക് കയറി ചെന്നു. അവിടെ ഹോട്ടലിൻ്റെ ചുമതലയുള്ള ആൾ ഒരു യൗവനക്കാരനാണ്. അവനവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരു മുറി തരാമോ? നനഞ്ഞൊലിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങ് ന്യൂയോർക്കിൽ നിന്നാണ് വന്നത്. അത് ഞങ്ങൾക്ക് ഒരു മുറി തരാമോ?
അയ്യോ മുറിയൊന്നുമില്ലല്ലോ, ഇവിടെ ഒരു മുറിയും വേക്കൻ്റ് ആയിട്ടില്ല, എല്ലാറ്റിലും ആളുണ്ട്. ആ പാവം ആ വൃദ്ധ ദമ്പതികൾ അല്പം മ്ലാനതയോടെ നിന്നു. അവരുടെ ആ ദൈന്യം കണ്ടപ്പോൾ, ആ ദയനീയ സ്ഥിതി കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ തോന്നി. അവൻ പറഞ്ഞു, വേറെ മുറിയൊന്നുമില്ല, പിന്നെ ഞാനിവിടെ ഈ കൗണ്ടറിൻ്റെ അവിടെ ഇരുന്നും പയ്യെ തല ചായച്ചൊക്കെ ഞാൻ ഉറങ്ങിക്കോളാം. എൻ്റെ ഒരു മുറിയുണ്ട്, എനിക്ക് വിശ്രമിക്കാനുള്ള മുറിയുണ്ട്, ആ മുറി വേണമെങ്കിൽ തരാം. വലിയ ഉപകാരമായി. അവരെ രാത്രി അവിടെ പാർപ്പിച്ചു, ആഹാരം കൊടുത്തു. ഈ ഹോട്ടലിലെ ജോലിക്കാരൻ, ആ ചെറുപ്പക്കാരൻ രാവിലെ അവർക്ക് പ്രഭാത വന്ദനം കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. അവർ നന്ദി പറഞ്ഞവർ പോയി. ഏതാനും കാലം കഴിഞ്ഞു, 2 വർഷം, തികച്ചും 2 വർഷം കഴിഞ്ഞു. ഈ ചെറുപ്പക്കാരന് ഒരു ലെറ്റർ കിട്ടി, ഒരു ലെറ്റർ. ആ ലെറ്റർ എന്താണ്? അതിലെഴുതിയിരിക്കുകയാണ്, 2 വർഷം മുൻപ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഞങ്ങൾ രാത്രി നനഞ്ഞൊലിച്ച് വന്നത് ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾക്ക് വേറെ മുറിയില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മുറി തന്നത് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒന്ന് ന്യൂയോർക്ക് വരെ ഒന്ന് വന്നാൽ കൊള്ളാം. ന്യൂയോർക്ക് വരെ വരാനുള്ള എയർ ടിക്കറ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട്, ഈ കവറിനകത്തുണ്ട്. നിങ്ങൾ ഒന്ന് ന്യൂയോർക്ക് വരെ വരണം. പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ അവൻ ലീവ് എടുത്ത് ന്യൂയോർക്കിൽ ചെന്നു. അവർ പറഞ്ഞ ആ അവന്യൂവിൽ, ഏതാ 8ാം അവന്യൂ എന്നോ മറ്റോ പറയുന്ന അവിടെ ആ സ്ട്രീറ്റിൽ അവൻ ചെന്നു. അവിടെ വലിയ പടുകൂറ്റൻ കെട്ടിടം, വലിയൊരു കെട്ടിടം. ആ കെട്ടിടത്തിൻ്റെ നമ്പർ പറഞ്ഞിരിക്കുന്നു, നോക്കി കണ്ടുപിടിച്ചു. ആ കെട്ടിടം സാധാരണപ്പെട്ട കെട്ടിടമല്ല, വലിയൊരു കെട്ടിടം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു അസ്റ്റോറിയ ഹോട്ടൽ. അസ്റ്റോറിയ ഹോട്ടൽ കേൾക്കണോ? ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഈ വയോവൃദ്ധനായ മനുഷ്യൻ, അന്ന് രാത്രി കിടപ്പാടം കൊടുത്ത് മുറിയിൽ കിടത്തിയ പ്രായമുള്ള ആളുണ്ടല്ലോ, അദ്ദേഹം ഒരു താക്കോലെടുത്ത് ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഈ ഹോട്ടൽ മുഴുവൻ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ്. ഒരു രാത്രി ഞങ്ങൾക്ക് അഭയം തന്നതുകൊണ്ട് അന്നു മുതൽ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോട്ടൽ പണിയണമെന്ന്. നിങ്ങളുടെ അടുത്ത് വരുന്നവരെ സന്തോഷിപ്പിക്കാനും സ്വീകരിക്കാനും അവർക്ക് ആശ്വാസം കൊടുക്കുവാനും പറ്റിയ ഒരു വലിയ ഹോട്ടൽ നിങ്ങൾക്ക് വേണ്ടി പണിയണമെന്ന്. അങ്ങനെ ഇപ്പോൾ പണി തീർന്നു, ഇപ്പോൾ ഈ താക്കോൽ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ്റെ അന്തം വിട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, നന്മയ്ക്ക് പ്രതിഫലമുണ്ടല്ലോ. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ ഇവനെ പിന്തുടരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു ഉപകാരവും തിരികെ പോരുകയില്ല. അത് 10 മടങ്ങായും 100 മടങ്ങായും അത് 1000 മടങ്ങായി നിങ്ങൾക്ക് തിരികെ കിട്ടും. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് തിരികെ കിട്ടും. അപ്പത്തെ എറിഞ്ഞുകൊള്ളുക പ്രിയപ്പെട്ടവരെ, നന്മയെ വാരി വിതറിക്കൊള്ളുക, സ്നേഹം വാരി എറിഞ്ഞുകൊള്ളുക, സൗഹൃദം വാരി എറിഞ്ഞുകൊള്ളുക. ഇങ്ങോട്ട് കുത്തുവാക്കുകൾ കേൾക്കുമ്പോഴും ഇങ്ങോട്ട് തെറ്റിദ്ധാരണ വരുമ്പോഴും അങ്ങോട്ട് സ്നേഹം കൊടുത്തുകൊള്ളുക. നമ്മെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിച്ചു കൊള്ളുക. നമുക്ക് പ്രയാസവും നമുക്ക് പാരുഷ്യവും നൽകുന്നവരെ അങ്ങോട്ട് കനിഞ്ഞ് സ്നേഹിച്ചു കൊള്ളുക. നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. നന്മ വെറുതെ തിരികെ പോരുകയില്ല. നന്മ 100 മടങ്ങായി, 10,000 മടങ്ങായി, ലക്ഷോപലക്ഷം മടങ്ങായി അത് തിരികെ കിട്ടും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവനുള്ള ദൈവം പ്രസാദിക്കുന്നതാണ് നന്മ ചെയ്യുക എന്നുള്ളത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദാവീദ് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ മാറ്റിക്കൊള്ളട്ടെ. എൻ്റെ ദൈവമേ, എനിക്കിനിയുള്ള ആയുഷ്കാലം മുഴുവനും എൻ്റെ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം നന്മ നിവർത്തിച്ചുകൊണ്ട്, നന്മയുടെ പ്രതീകമായി പരിലസിച്ചുകൊണ്ട് എൻ്റെ കാലം തികയ്ക്കണം. കർത്താവേ, ഒരായുസല്ലേ ഉള്ളൂ. ഉള്ള കാലം പ്രിയനേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിന്റെ സ്വഭാവം ഉൾക്കൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട്, കഴിവുള്ള ഉപകാരം ചെയ്തുകൊണ്ട്, കർത്താവേ, നീ എന്നെ എവിടെയെല്ലാം ആക്കിയിരിക്കുന്നുവോ അവിടെയെല്ലാം യേശുക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ പൂണ്ട് എനിക്ക് നിൽക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രതിബിംബമായി എനിക്ക് പരിലസിക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രതീകമായി, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സത്യസാക്ഷിയായി എനിക്ക് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയാണ് പറയുന്നത്. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൽ നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ആർക്കും രുചികരമായ വാക്കുകൾ
ആർക്കും ആത്മാവിൽ അഭിവൃദ്ധി ഉളവാക്കുന്ന വാക്കുകൾ, ആർക്കും നീർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് ഉതിർന്നു വരട്ടെ. നിങ്ങളുടെ നാവിൽ നിന്ന് പൊഴിയുന്നതായ വാക്കുകൾ മൂലം അനേകരുടെ ഉള്ളമൊന്ന് കുളിർക്കട്ടെ, തണുക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ശബ്ദം നിങ്ങളിൽ നിന്ന് അനുരണനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വാഴട്ടെ. നന്മ ചെയ്യുക. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും. ഞാൻ പിന്നെയും വായിച്ചു. പ്രിയപ്പെട്ടവരെ, വായിച്ചത് ഇങ്ങനെയാണ് ഒരു സംഭവം, വളരെ ഹൃദ്യമായ ഒരു സംഭവം. ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു, വളരെ നല്ല മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ ഒരു പാവപ്പെട്ട ചെറ്റപ്പുര കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു മരാശാരിയാണ് അവിടെ ഇരിക്കുന്നത്. ആശാരി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തതുപോലെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് പല നാളുകളായി. ചെറ്റപ്പുര ചോർന്നൊലിക്കും. അതോ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വളരെ പേരുള്ളൊരു കുടുംബം. ഈ കുടുംബം പോറ്റാൻ മാർഗമില്ല, ജോലിയില്ല. ഇദ്ദേഹം അല്പസമയം കൊണ്ട് അവിടെ ഇരുന്ന് വലിയൊരു പ്ലാൻ വരച്ചു. വലിയൊരു പ്ലാൻ, ഒരു വലിയ കെട്ടിടത്തിൻ്റെ പ്ലാനാണ്, വലിയൊരു കെട്ടിടം. അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങ് ദൂരയാത്രയ്ക്ക് പോവുകയാണ്, നിങ്ങൾക്ക് പറ്റുമോ ഈ കെട്ടിടം പണിയാൻ? അതിന് വലിയ തുകയാകുമല്ലോ, വലിയ തുകയാകുമല്ലോ. തുകയൊക്കെ തരാം, അതിനുള്ള മെറ്റീരിയൽസ് തരാം, അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ തരാം, വലിയ തുകയും തരാം. നിങ്ങൾക്ക് പണിയാൻ പറ്റുമോ? ആ കാര്യം ഞാൻ ഏറ്റു, പണിതോളാം. വലിയൊരു തുക ഏൽപ്പിച്ചു കെട്ടിടം പണിയാൻ. അതിനാവശ്യമുള്ള മറ്റെല്ലാ വസ്തുവകകളും എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ദൂരയാത്രയ്ക്ക് പോവുകയും ചെയ്തു. ഈ ആശാരി ഉണ്ടല്ലോ, എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം കണക്കൂട്ടി നോക്കി. ഇത്രയും വലിയ കെട്ടിടം പണിയാൻ ഉള്ളതിൽ നല്ലപോലെ മനോഹരമായിട്ട് പണിയാം. കാരണം ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് എത്രയും നന്നായിട്ട് പണിതോളാനാണ്. എന്ത് ചിലവ് വന്നാലും സാരമില്ല, എത്രയും നന്നായിട്ട് പണിതോ, അതിനുള്ള തുക തന്നിട്ടുണ്ട്. അപ്പോൾ ആകുന്നത് നന്നായിട്ടൊക്കെ പണിയാം. പക്ഷേ അല്പം മിച്ചിച്ചാൽ, കുറച്ചാൽ, വില കുറഞ്ഞ സാധനം കൊണ്ട് പണിതാലും മതിയല്ലോ. അദ്ദേഹം പറഞ്ഞതുപോലെ ഗംഭീരമായിട്ടൊന്നും പണിയണ്ട, കുറച്ച് രൂപ എനിക്കെടുക്കാമല്ലോ, എനിക്ക് ഉപകാരപ്പെടുമല്ലോ, കുറച്ച് രൂപ എനിക്കെടുക്കാമല്ലോ. അത് ഇത്രയും രൂപ മുഴുവനും കൊണ്ട് പണിയേണ്ട ആവശ്യമില്ല. അതിലൊരു 3 ഭാഗം കൊണ്ട് പണിതാലും മനോഹരമായിട്ട് പണിയാം. ബാക്കി രൂപ എനിക്കിരിക്കും. പണിതു. ഒരു സാമാന്യം നല്ല കെട്ടിടമാണ്. പണിതു. ഏതാനും കാലം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വന്നു. ഈ പണക്കാരനായ മനുഷ്യൻ തിരിച്ചു വന്നു. അദ്ദേഹം വന്നപ്പോൾ കെട്ടിടം കണ്ടു. കൊള്ളാമല്ലോ, നല്ല കെട്ടിടം. ഞാൻ വളരെ അധ്വാനിച്ച് ശരിയായിട്ടൊക്കെ പണിതു. അപ്പോൾ ഇയാൾക്ക് ഈ നല്ല മനുഷ്യൻ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നുള്ള വിചാരമൊന്നുമില്ല. കാരണം കുറച്ച് രൂപ ഇദ്ദേഹം എടുത്തു എന്നോ അതൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിൻ്റെ ആ ദയനീയ സ്ഥിതി കണ്ട് അന്ന് നിനക്ക് വേണ്ടി പണിയാനായത് ഏൽപ്പിച്ചത്. ഈ കെട്ടിടം നിനക്കാണ്. അയ്യോ, അവൻ്റെ ചങ്കലച്ചു പോയി. അയ്യോ, എനിക്കായിരുന്നോ? എന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് പണിയായിരുന്നല്ലോ, എന്നാൽ മനോഹരമായിട്ട് പണിയാമായിരുന്നല്ലോ. ഈ കെട്ടിടം നിനക്ക് വേണ്ടി പണിതാണ്. ഞാൻ അന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, നിനക്കാണ് ഈ കെട്ടിടം മുഴുവൻ. ഈ വലിയ ബിൽഡിംഗ് അത് മുഴുവൻ നിനക്കാണ്. പ്രിയപ്പെട്ടവരെ, നന്മയാണ് ചെയ്തത്, പക്ഷേ ആ നന്മയെ അല്പം തിന്മ അവൻ കലർത്തി. അങ്ങനെയുണ്ട് ലോകത്ത്. നന്മ ചെയ്താൽ തിന്മ പകരം ചെയ്യുന്ന ആളുകളുണ്ട്, നന്മ ചെയ്താൽ നന്മയിൽ തിന്മ കലർത്തുന്ന ആളുകളുണ്ട്. ലോകം അങ്ങനെയല്ലേ? ബഹുജനം പലവിധമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയാണ് ലോകം. പക്ഷേ ഞാനൊരു ദൈവവൈതലാണെങ്കിൽ, ഞാനൊരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ, ഈ ലോക ജീവിതത്തിൽ നന്മയും കരുണയും എന്നെ പിന്തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിത്യകാലം യഹോവയുടെ ആലയത്തിൽ വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെങ്കിൽ, എനിക്ക് തിന്മ ആരെങ്കിലും ചെയ്താൽ പോലും നന്മയെ എന്നിൽ നിന്ന് വരാവൂ. സ്നേഹിതരെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നന്മ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? അതിന് തക്കതുപോലെ നന്മ നിങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടോ? നിങ്ങളാൽ കഴിവുള്ള ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നന്മയ്ക്ക് പ്രതിഫലമുണ്ട്, യഹോവ ഭക്തിക്ക് പ്രതിഫലമുണ്ട്, വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ട്, സത്യസന്ധതയ്ക്ക് പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അധ്വാനശീലത്തിന് പ്രതിഫലമുണ്ട്, ആത്മാർത്ഥതയ്ക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ലോകം കപട ലോകമാണ്. ഇവിടെ ആത്മാർത്ഥതയ്ക്ക് സ്ഥാനം എവിടെ? പണ്ട് മലയാള കവിയായ ചങ്ങമ്പുഴ പറഞ്ഞു, ഈ കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയമെന്ന്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ലോകം മുഴുവൻ കപടമാണ്. കപടമീ ലോകം, ക്ഷണികമീ ലോകം, കണി കാണാനില്ല പരമാർത്ഥം. ഇവിടെ എന്തിനാണ് അമലസന്ധ്യകൾ? ഇവിടെ എന്തിനി പുലരികൾ? മറിമായം തിങ്ങി നിറയുമീ മഞ്ഞിൽ മതിയല്ലോ വെറും ഇരുൾ മാത്രം. ചങ്ങമ്പുഴ അങ്ങനെയെല്ലാം പാടി. ഇവിടെ എന്തിനാണ് സായം സന്ധ്യകൾ? ഇവിടെ എന്തിനാണ് പൊന്നോണ പുലരികൾ?
ഇവിടെ എന്തിനാണ് ഉഷസ്സിൻ്റെ മോഹനമായ സുന്ദരമായ ദൃശ്യങ്ങൾ? ഒന്നും വേണ്ട. മറിമായം തിങ്ങുന്ന ഈ മഞ്ഞിൽ വെറും കൂരിട്ട് മാത്രം മതിയല്ലോ. കപടമീ ലോകം, ക്ഷണികമീ ലോകം, കണി കാണാനില്ല പരമാർത്ഥം. ചങ്ങമ്പുഴ നിരാശയോടെയാണ് പാടിയത്. ആ മലയാള കവി ഹൃദയം നിരാശ കൊണ്ട് വിഷമിച്ചാണ് പാടിയത്. പ്രിയപ്പെട്ടവരെ, കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് ചങ്ങമ്പുഴ പണ്ട് പാടി. സാഹിത്യം അറിയാവുന്നവർക്ക് വേണ്ടി പറയാം. അതിന് സീതാരാമൻ എന്ന് പറയുന്നൊരു കവി അദ്ദേഹം ഒരു പാരഡി പറഞ്ഞു. കപട ലോകത്തിൽ എന്നുടെ കാപട്യം ലോകർ കാണുന്നതാണ് പരാജയം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? കപട ലോകത്തിൽ എല്ലാവരും കാപട്യമാണ്, എനിക്കും കാപട്യമാണെന്ന്. കപട ലോകത്തിൽ എന്നുടെ കാപട്യം ലോകർ കാണുന്നതാണ് പരാജയം. മനുഷ്യൻ നിരാശനാണ്. എല്ലായിടത്തും കാപട്യമേ ഉള്ളൂ. ആത്മാർത്ഥതയുടെ കണിക പോലുമില്ല. സ്നേഹത്തിൻ്റെ തരിമ്പുമില്ല. വീട്ടിൽ സ്നേഹമില്ല, അപ്പന് സ്നേഹമില്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, എൻ്റെ മക്കൾക്ക് എന്നെക്കുറിച്ച് കരുതലില്ല. എന്നെ സ്നേഹിക്കാൻ ആരുണ്ട്? എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് അല്പം പോലും ഒരു ആർദ്രതയില്ല. എന്നെ വെറുക്കുകയാണ്, എന്നെ പകയ്ക്കുകയാണ്. ആരുണ്ട് എന്നെ സ്നേഹിക്കാൻ? ഈ ലോകം മുഴുവൻ കാപട്യമെന്നാണ് പറയുന്നത്. മകനെ, ശരിയായിരിക്കാം, അതിൽ ഭാഗികമായ ശരികൾ കണ്ടേക്കും. പക്ഷേ ഒന്ന് പറഞ്ഞു തരാം, ഈ ലോക ജീവിതത്തിൽ കാപട്യമാണെന്ന് നീ പറയുമ്പോൾ തന്നെ നീ ഒന്ന് അറിഞ്ഞുകൊള്ളൂ, നന്മ നീ വാരി എറിഞ്ഞുകൊള്ളൂ, നന്മ നീ വാരി വിതറിക്കൊള്ളൂ, നന്മ ധാരാളം ധാരാളമായി കൊടുത്തുകൊള്ളൂ. നന്മ കൊടുത്തുകൊണ്ട് നീ ജീവിക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിന്, നന്മ മാത്രം ചെയ്ത ക്രിസ്തുവിന് തിന്മ പ്രതിഫലം കിട്ടിയതുപോലെ നിനക്ക് തിന്മ പ്രതിഫലം കിട്ടിയെന്ന് വരും. എന്നാൽ ഒന്ന് ഈ സമയത്ത് നീ ശ്രദ്ധയോടെ കേൾക്കൂ. യേശു ക്രിസ്തു ഒരിക്കലും തനിക്ക് തിന്മ നേരിട്ടതിൽ നിരാശപ്പെട്ടില്ല. യേശു ക്രിസ്തു ഒരിക്കലും ദുരിതം നേരിട്ടതിൽ പരിഭവിച്ചില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മുഖത്ത് തുപ്പിയത്? യേശു ചിന്തിച്ചില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കന്നത്തടിച്ചത്? യേശു വിചാരിച്ചില്ല. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഈ ഗലീല നാടുകൾ കൂടി ഞാൻ ഓടി നടന്നത് നന്മ ചെയ്യാനല്ലേ, നന്മ വാരി വിതറിക്കൊണ്ടല്ലേ. ഞാൻ ഈ 200 മൈലിനുള്ളിൽ ഈ ഗലീല നാടുകളിൽ യെരൂശലേമിലും യെറിഹോവിലും കോറസീനിലും ബേസയിലും കഫർനഹൂമിലും തെക്കപ്പലി നാട്ടിലും മഗദയിലും ഗദരയിലും ഞാൻ ഈ നയീൻ പട്ടണത്തിലും എല്ലാം ഞാൻ ഓടി പാഞ്ഞു നടന്നത് ആശ്വാസം കൊടുക്കാനല്ലേ, നന്മ ചെയ്യാനല്ലേ. എന്തിനെന്നെ പഴിക്കുന്നു? എന്തിനെന്നെ ക്രൂശിക്കുന്നു? എന്നെ എന്തിന് കന്നത്തടിക്കുന്നു? എന്നെ എന്തിന് പീഡിപ്പിക്കുന്നു? യേശു ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഉള്ളിൽ വന്നില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു. എന്തറിയാം? യേശു അറിഞ്ഞിരുന്നു, ഞാൻ വന്നത് തിന്മ ഏൽക്കാനാണ്, ഞാൻ വന്നത് ശിക്ഷ ഏൽക്കാനാണ്. എന്നെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യൻ ഏൽക്കേണ്ട ശിക്ഷ മുഴുവൻ ഞാൻ ഏറ്റുവാങ്ങാനാണ്. എന്നെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടപ്പോൾ എന്നിൽ വെച്ചിരുന്ന പ്രതീക്ഷ ഞാൻ സന്തോഷത്തോടെ നിന്ദകൾ ഏൽക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ വന്നത് മരിക്കാനാണ്, ഞാൻ വന്നത് ജീവിക്കാനല്ല. ദൈവ പൈതലെ, കഷ്ടപ്പാടിൻ്റെ മധ്യത്തിൽ വേദനിച്ച് പൊളയുന്ന ദൈവ പൈതലെ, ദുരിതത്തിൽ പുകഞ്ഞു വലയുന്ന ദൈവ പൈതലെ, ഉള്ളു പൊള്ളി വിഷമിക്കുന്ന ദൈവ പൈതലെ, ഈ സമയം നീ ശ്രദ്ധിക്കൂ. നിന്റെ ജീവിതത്തിൽ യാതനകളുണ്ട്, നിന്റെ ജീവിതത്തിൽ വേദനകളുണ്ട്, നിന്റെ ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, നിന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്. നീ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും കിട്ടുന്നത്, പ്രതിഫലം കിട്ടുന്നത് ഉപദ്രവമാണ്. നീ അങ്ങോട്ട് നന്മ ചെയ്തിട്ടും കിട്ടുന്നത് തിന്മയാണ്. അങ്ങോട്ട് നീ സഹായം ചെയ്തിട്ടും കിട്ടുന്നത് കഠിനമായ പീഡയും കഠിനമായ വെറുപ്പും വിദ്വേഷവുമാണ്. ഒരിടത്തും സ്നേഹത്തിന് കണി കിട്ടാതെ നിന്റെ മനസ്സ് ഉഴലുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവനെ, നീ നോക്കൂ ക്രൂസിലേക്ക്. അവിടെയാണ് നന്മയുടെ വിളനിലത്തെ നീ കാണുന്നത്. ക്രൂസിലേക്ക് നോക്കിക്കൊള്ളൂ. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ ഇരുന്നു. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് വെറുതെയല്ല. അപ്പോസ്തലന് അനുഭവമുണ്ട്, യേശുവിൻ്റെ അതേ പ്രതിച്ഛായമുണ്ട്. യാതനകൾ അപ്പോസ്തലൻ ഏറ്റെടുത്തു, എതിരുകൾ അപ്പോസ്തലൻ ഏറ്റെടുത്തു, ആക്രമണങ്ങൾക്ക് അപ്പോസ്തലൻ വിധേയനായി. പൗലോസ് ശ്ലീഹ എത്രമാത്രം കഷ്ടത സഹിച്ചു. പലവട്ടം പട്ടിണി, പലവട്ടം ഉറക്കിളപ്പ്, കഠിനമായ യാതനകൾ, നിരാശാകരമായ വേദനാകരമായ കാര്യങ്ങൾ വന്നു. പക്ഷെ അപ്പോസ്തലൻ നിരാശപ്പെട്ടില്ല. 2 കൊരിന്ത്യർ 11:24 വാക്യം വായിക്കുമ്പോൾ കാണാം, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു,
പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ സേവത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ സന്തോഷത്തോടെ നേരിട്ടു. പറയാൻ എളുപ്പമല്ലേ? എനിക്കും എളുപ്പമായി പറയാം. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ വാടുമോ? എതിരുകൾ വരുമ്പോൾ ഞാൻ തളരുമോ? ഇല്ലാത്ത കുറ്റങ്ങൾ, ആരോപണങ്ങൾ, അപവാദങ്ങൾ, ശരങ്ങൾ ജീവിതത്തിൽ ഏൽക്കുമ്പോൾ ഞാൻ പിടയുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ, ക്രിസ്തു തരുന്ന ക്രൂശിലെ സ്നേഹത്താൽ നമുക്ക് പീഡകളെ പുഞ്ചിരിയോടെ നേരിടാം. നമുക്ക് എതിരികളെയും ആക്രമണങ്ങളെയും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എതിരിടാം. യേശു കാണിച്ച വഴിയേ നമുക്ക് പോകാം. കാരണം യജമാനെ പോലെ ആകുന്നത് ദാസന് മതി, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരല്ലേ? കുടുംബത്തിലെ യാതനകളിൽ നിങ്ങൾ പിടയല്ലേ? ഭർത്താവ് എതിരാകുമ്പോൾ നിങ്ങൾ വലയല്ലേ? ഭാര്യ നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടല്ലേ? മക്കൾ അനുസരിക്കാതെ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം തളരല്ലേ? നിങ്ങൾക്ക് പണത്തിന് ഞെരുക്കം വരുമ്പോൾ നിങ്ങൾ വിഷമിക്കല്ലേ? ഓർക്കൂ, എല്ലാം സഹിച്ചവനിതാ മുന്നേ നിൽക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സകല ഭാരവും മുറിപറ്റുന്ന പാപവും ഇട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യ ഭാഗം അങ്ങനെയാണ് പറയുന്നത്. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവും ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. യേശുവിനെ നോക്കാമോ? ക്രൂസിലെ സ്നേഹത്തെ കാണാമോ? നന്മ മാത്രം വാരി വിതറാമോ? യേശുവിൻ്റെ അതേ ഛായ കൊണ്ട് ജീവിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ വാഴ്ത്തട്ടെ കർത്താവേ. ഞങ്ങൾ നിന്നെ ഒന്ന് സ്തുതിക്കട്ടെ കർത്താവേ. ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ഞങ്ങൾ നിന്നെ വണങ്ങട്ടെ കർത്താവേ. ഞങ്ങൾ തൃപ്പാദത്തിൽ മൊത്തട്ടെ കർത്താവേ. അവിടുത്തെ ആണിപ്പാടുള്ള പാദം ഞങ്ങൾ പിടിക്കട്ടെ കർത്താവേ. ആ പാദത്തിൽ ഞങ്ങൾ കെട്ടിപ്പിടിക്കട്ടെ. ആ പാദത്തിൽ ഞങ്ങളെ തന്നെ അടിയറവയ്ക്കട്ടെ. ആ പാദത്തിൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ആ സ്നേഹത്തിന്റെ മുന്നിൽ, ആ സ്നേഹത്തിന്റെ ബലിവേദിയിൽ ഞങ്ങളുടെ ആയുസ്യങ്ങൾ ഫലമേൽപ്പിക്കട്ടെ. തൊടണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. അവിടുത്തെ ഛായ തരണമേ, അവിടുത്തെ സ്വഭാവം തരണമേ, അവിടുത്തെ വിശുദ്ധി തരണമേ, അവിടുത്തെ സ്നേഹം തരണമേ. അവിടുത്തെ സ്നേഹത്താൽ നിറയുവാൻ, ആ സ്നേഹത്താൽ പ്രചോദിതരായി അവിടുത്തെ വേല ചെയ്യുവാൻ, ആ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ വരുന്ന രാജാധിരാജനെ എതിരേൽക്കുവാൻ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ശിരസിന്മേലും യേശുവേ അവിടുത്തെ ആണിപ്പാടലാരം വരണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ഭാരങ്ങൾ ദൂരീകരിക്കണമേ. ആകുലങ്ങൾ അകറ്റണമേ. ആവലാദികൾ മാറ്റണമേ. സന്തോഷത്തിന്റെ തികവ് നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.